ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിധി ഭാസ്കരനോട് പോയി സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഞങ്ങളൊരു പെൺകുട്ടീനെ നോക്കി വെച്ചിട്ട് നമ്മുടെ സുഭാഷ് ചേട്ടന് വേണ്ടി അച്ഛൻ അവിടുത്തെ അച്ഛനായിട്ടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ സമ്മതിച്ചിട്ട് അവരുടെ അച്ഛനോട് അപ്പം പെൺകുട്ടിയുടെ അച്ഛനോടൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും പെണ്ണ് കാണാൻ വരാൻ പറയുന്നുണ്ട്. എന്തായാലും നാളേക്ക് എല്ലാവരും റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ആണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിധി നിന്നെ കാണാൻ നന്നായിട്ടുണ്ട് ഈ സാരി ഉടുത്തപ്പോൾ എന്ന് പറഞ്ഞു. അതിനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിടെ നിന്ന് നികേഷ് പറയുന്നുണ്ട്, ഏടത്തിക്ക് ഈ സാരി ഉടുത്തിട്ട് ഈ കളർ ഏടത്തിക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി നികേഷിനോട് പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, അവനോടൊക്കെ അവൾക്ക് പറയാൻ വയ്ക്കുക, എന്നോട് മാത്രം ഇനി അവൾക്ക് ഒരു ദേഷ്യം മാറിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണേ എന്തായാലും നമ്മളവിടെ സുധീഷും സുഭാഷും എല്ലാവരും കൂടി പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ട്. പെണ്ണ് കണ്ടിട്ടൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിനാണെങ്കിൽ ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സ് മുഴുവൻ സുനന്ദയാണ്. അവൻ എന്തായാലും നമ്മുടെ നിധിനോട് പറയുന്നുണ്ട്, സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് സുനന്ദേനെയാണ് വലിയ ഇഷ്ടം, എനിക്ക് സുനന്ദേനെ മറക്കാൻ കഴിയണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി വിചാരിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് പോയിട്ട് സുനന്ദയുടെ വീട്ടിൽ സംസാരിച്ചിട്ട് എന്തായാലും ഒക്കെ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ നിധി നേരെ ചെല്ലുന്നത് നമ്മുടെ സുനന്ദയുടെ വീട്ടിലേക്കാണ്. സുനന്ദയുടെ അമ്മോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വാശിക്കും വൈരാഗ്യത്തിൻ്റെ മുന്നിൽ ഇവരെ തമ്മിൽ നിങ്ങൾ വേർപിരിക്കരുത്, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യും, അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അമ്മായി ആണെങ്കിൽ നീ ഇറങ്ങടി പുറത്ത്, നീ എന്ത് അവകാശത്തിൽ അവിടെ കയറി വന്ന് ചോദിക്കണം, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മകളെ അങ്ങോട്ട് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിടുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധിയും സങ്കടം കൊണ്ട് മടങ്ങി പോകേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്താവശ്യത്തിന് എനിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി സംസാരിച്ച് നിങ്ങളൊക്കെ നാണം കേട്ടത്, ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി സുഭാഷിനോട് പറയേണ്ട, ഏട്ടാ എനിക്ക് തോന്നി നിങ്ങളുടെ കല്യാണം നടക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം നടക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ സുനന്ദ വീട്ടിലേക്ക് പോയത്, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സുനന്ദയെ സുഭാഷിനെ ഒന്നിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിധി സുനന്ദയോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും വീട് വിട്ട് ഒളിച്ചോടി പോയി നിൻ്റെ കല്യാണം ഞാൻ എന്തായാലും നടത്തിത്തരാം, അമ്പലത്തിൽ വെച്ച് നടത്തിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുനന്ദ അത് തീരുമാനിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.